ഇന്ന് 3 ദിവസം കൊണ്ട് ഇന്നലെ തൊട്ടാണ് നമുക്ക് കൂടുതൽ അണയാതെ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും പ്രയാസപ്പെടുന്നത്. അപ്പൊ അവരെ കണ്ടെത്തി തരാനാണ് നമ്മൾ ഗവൺമെന്റിനെ ആശ്രയിക്കുന്നത്. അവരിത്രയും നേരമായിട്ട് ഒരു മറുപടി ഇല്ല. നമസ്കാരം. 3 ദിവസം മുമ്പ് മത്സ്യബന്ധനത്തിന് പോയവരിൽ 4 അംഗ സംഘത്തെ ഇനിയും കണ്ടെത്താനുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറെ ആശങ്ക ഉള്ളൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പം ഒരു സംഘത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് എന്താണ്? അവരെ കണ്ടെത്തി. ഇനി ഒരു വള്ളത്തിലുള്ള 4 പേരെയും വെള്ളവും കണ്ടെത്തണമായിരുന്നു. ഉള്ളത് ജോണി, എന്റെ സഹോദരനാണ് ജോണി. അതിൽ ജോസഫ്, മുത്തപ്പൻ, ഒരു ദിവസം പോയതാണ് ഈ വള്ളക്കാരത്രയും. അവര് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പോയാ പിറ്റേന്ന് രാവിലെ 6 മണി 5 മണിക്കും കണ്ടതുപോലെ എത്തും. അപ്പൊ 4 മണിക്ക് എത്തും, 12 മണിക്ക് എത്തും. അപ്പൊ വെളുപ്പാരാവിലെ 6 മണിക്ക് 7 മണിക്കൊക്കെ എത്തേണ്ടതാണ്. താമസിക്കുകയാണെങ്കിൽ പറ്റാത്തവരാണെങ്കിൽ 8-10 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരയാൻ തുടങ്ങും. അപ്പൊ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ കടലും ഈ ക്ഷോഭത്തിലും കൂടി മത്സ്യത്തൊഴിലാളിയെ മക്കൾക്ക് ഒരു വള്ളം വിട്ടുപോയി തിരയാൻ പറ്റൂല എന്ന് പറയാൻ ഈ പോണവർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല. അവരെ എങ്ങനെയാണ് തിരിച്ചു വരണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റിന്റെ ആശ്രയം തേടുന്നത്. അവരാരെങ്കിലും വിട്ട് ഇവരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ. ഇന്ന് ദിവസം 3 കഴിഞ്ഞ്, 3 ദിവസം ഫുള്ളുമായി. എന്ത് ചെയ്യണോ, അത് ചെയ്യുന്നു, എവിടെ ചെന്നെത്തി ഒന്നും പോലും അറിഞ്ഞൂടാ. ഈ വെള്ളത്തിൽ കിടന്ന് ഈ തണുപ്പ്, നമ്മൾ കരയിരിക്കണം, നമുക്ക് ഇങ്ങനെയുള്ള തണുപ്പ് ആ വെള്ളത്തിൽ കിടക്കും എന്തുമാത്രം അനുഭവിക്കുന്ന വേദന. ഇന്ന് 3 ദിവസം കൊണ്ട് ഇന്നലെ തൊട്ടാണ് നമുക്ക് കൂടുതൽ അണയാതെ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും പ്രയാസപ്പെടുന്നത്. അപ്പൊ അവരെ കണ്ടെത്തി തരാനാണ് നമ്മൾ ഗവൺമെന്റിനെ ആശ്രയിക്കുന്നത്. അവരിത്രയും നേരമായിട്ട് ഒരു മറുപടി ഇല്ല. മന്ത്രിമാരൊന്നും വന്നിട്ടില്ല. അവര് MLA ഒക്കെ വന്നായിരുന്നു. നമ്മളെ ഇവിടത്തെ MLA വന്നായിരുന്നു. ഈ വള്ളത്തിൽ പണിക്ക് പോയ നാട്ടിലുള്ള MLA ഒക്കെ വന്നായിരുന്നു. അവരൊക്കെ വന്ന് അവരെ ഒരേ സമാധാനം പറയുന്നു. അവര് ഹെലികോപ്റ്റർ ഇറക്കും, വന്നോണ്ടിരിക്കണം, അവർക്ക് പറ്റണില്ല, അവര് അരമണിക്കൂറിലെത്തി, ഇങ്ങനെയുള്ള ഒരു മറുപടി പറയണല്ലാതെ ഒരു കൃത്യത വന്നില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങളൊരു വള്ളമാണ്, മക്കളെയാണ് കിട്ടാത്തത്. ഞങ്ങളുടെ വള്ളമാണ്. ഒരു രീതിയിലും നമുക്ക് തെളിവ് കിട്ടുന്നില്ല. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഒരാളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്ന് അത് സ്വിച്ച് ഓഫ് ആയിരിക്കണം. അത് അവർക്ക് വിളിച്ചിട്ട് കിട്ടില്ല, സ്വിച്ച് ഓഫ്. വെള്ളത്തിൽ കിടക്കണോ ആള്, എവിടെയാണുള്ള ഒരു ദിശയും നമുക്ക് പിടികിട്ടില്ല. ഒരു ലാഞ്ചന പോലും നമുക്ക് കിട്ടണില്ല. അപ്പൊ ഈ വള്ളക്കാര് പോണേക്കാളും ഈ കപ്പല ബോട്ടൊക്കെ ഇറക്കി പോണേല്ലേ നല്ലത്. ഈ വള്ളക്കാർ പോകാത്തത് ഈ ഒരു പേടി എന്ന് പറയാ. ഇനി ഞങ്ങൾ തിരിച്ചു വരണ്ടേ? ഇന്നത്തെ പോലെ ശാന്തമായി കിടക്കണം. ഇത്ര നേരമായല്ലോ മോളെ. ഇത്ര നേരം കൊണ്ട് പോലും ഒരു മനുഷ്യരും വരും, നമ്മൾ അന്വേഷിക്കുന്നു, ഒരു വാക്ക് ഞങ്ങൾക്ക് തരണില്ല. കേൾക്കണം, നിങ്ങളെ പോലുള്ളവർ വരണ്, നമ്മൾ സംസാരിക്കണ്, നിങ്ങളത് ചാനലിൽ വിടണ്. അവരെ കൊണ്ട് ഒരു അന്വേഷണത്തിന് ഇറങ്ങാൻ പറ്റണില്ല. ബോട്ട് പോയെന്ന് പറയണ. ഇനി ഞങ്ങൾക്ക് ഒരു മറുപടി അറിഞ്ഞുകൂടാ. ഇതിലിപ്പോ പറയുമ്പോഴേ നമ്മൾ ഇവിടുന്നൊക്കെ കുറെ സംസാരിച്ചപ്പം മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോ അവർക്ക് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ സുരക്ഷ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ജാക്കറ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെള്ളത്തിലെല്ലാം മിക്ക വെള്ളങ്ങളിൽ അത് കൊണ്ടുപോകും. എപ്പോഴാണ് ഏത് നേരമാണ് ഒരു അപകടം വരണം അറിഞ്ഞുകൂടല്ല. അത് അവർക്ക് നീന്തി കിടക്കാൻ പറ്റണ സാഹചര്യമാണെങ്കിലേ ആ ജാക്കറ്റ് ഉപയോഗിക്കും. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും? ജാക്കറ്റ് കൊടുത്തു, മത്സ്യത്തൊഴിലാളിക്ക് ജാക്കറ്റ് കൊടുത്തു. അതവർ വെള്ളത്തിൽ കൊണ്ടും പോകുന്നു. ആ ചുഴലി കാറ്റ് പോലെ വരണം നേരത്തിനായിരിക്കും ഇതെടുത്ത് ഇടേണ്ട സമയത്തായിരിക്കും പോണത്. അതുകൊണ്ടുള്ള ഒരു ഇത് സംഭവിച്ചു കാണാം. എങ്ങനെയാണ് കൊടുക്കുന്നത്? വർഷങ്ങൾ മുമ്പാണ്? 5-6 വർഷമായി അത് കൊടുത്തിട്ട്. ഒരു പ്രാവശ്യം കൊടുത്തു. ഓഗിയുടെ ദുരന്തം വന്നില്ല, അതിനുശേഷം കൊടുത്തതാണ്. വർക്കിംഗ് എന്ന് പറയാം. അത് അവര് ഉപയോഗിക്കണവർക്കല്ലേ അറിയാം. അത് എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ അവര്. ഒരു കോട്ടാണെങ്കിൽ ഒരു മഴ എന്ന് പറഞ്ഞാൽ എടുത്തിടും, പെട്ടെന്ന് ബട്ടൺ ഇട്ടാൽ മതി. ഇത് അങ്ങനെയല്ലല്ലോ, അവിടെ ഇവിടെ പൂട്ടി വെക്കേണ്ടതില്ലേ. അപ്പൊ ആ വെള്ളത്തിൽ കിടന്ന ഒരു പൊങ്ങി മോന്ന് കിടക്കേണ്ട ഒരു ഇതാണ്, ആ സാഹചര്യമാണ്. അപ്പൊ അവർക്ക് അത് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലോ ആണ് നമ്മൾ പറയണത്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയെങ്കിൽ നമുക്ക് ഒരു രേഖ
കിട്ടാനാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളമോ തണ്ണിയോ ഒന്നുമില്ല. വെള്ളം വേണമെങ്കിൽ ഒരു കടൽ വെള്ളം ഉണ്ട്, കോരി കുടിക്കും. അതാണ് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്കൊരു ഗവൺമെന്റിന്റെ വരുമാനമില്ല, ഒരു ജോലിക്കാരില്ല. ഞങ്ങളെ ഗവൺമെന്റ് ഞങ്ങളെ കടലാണ്. ഞങ്ങളെ ഗവൺമെന്റ് ഞങ്ങളെ കടലിൽ നിന്ന് കിട്ടുന്ന അന്നദാനമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കടലും കാറ്റും നോക്കാതെ ഈ മക്കൾ പോണെന്ന് പറഞ്ഞാൽ വിശപ്പടക്കാൻ വേണ്ടിയിട്ട്, വിശപ്പ് താങ്ങാതെ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു? ചിലപ്പോൾ 2 കിലോ അരി കൊടുക്കും, ബാക്കി എന്ത് കൊടുക്കല? 5 കിലോ അരി മത്സ്യത്തൊഴിലാളി കൊടുക്കും, ബാക്കി എന്ത് കൊടുക്കും? കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയിട്ടില്ലായിരുന്നു. 29-ാം തീയതിയാണ് ഇത്തിരി ചേല് നന്നായിട്ട് കിടന്നത്. അന്ന് ഇത്തിരി വെളിച്ചവും വെട്ടവും കാറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 100ഓളം വെള്ളം അന്ന് പണിക്ക് പോയത്. 100ഓളം വെള്ളം പോയതിന് ശേഷമാണ് 6 മണിക്ക് ശേഷമാണ് ഈ കൊടുങ്കാറ്റും മഴയൊക്കെ. അപ്പൊ ഇവര് ഉള്ളിലോട്ട് മറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ. നേരത്തെ 28-ാം തീയതി വരെ കാലാവസ്ഥന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇവർ 29-ാം തീയതിയാണ്. അതിനുശേഷമാണ് പറയുന്നത് വീണ്ടും 2 ദിവസം കൂടെ 30-ാം തീയതി വരെ ഇതാണെന്ന്. അവർ പണിക്ക് പോയതിന് ശേഷമാണ്. അപ്പം ഈ ഒരാഴ്ച കിടന്ന് അവർക്ക് എത്ര നാൾ നമുക്ക്, കാരണം 10-500 രൂപ കിട്ടി അന്നുള്ള ഉപജീവനത്തിന് വേണ്ടി അവർക്കൊന്നും മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. കാരണം ഒരാഴ്ച 6 ദിവസം പണിക്ക് പോവുകയാണെങ്കിൽ 2-3 ദിവസം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അതും ഇല്ല. മറ്റുള്ള ഏത് ജോലിക്കാർക്കും ജോലി ചെയ്ത് അവർക്ക് ശമ്പളം കിട്ടും എന്ന് പ്രതീക്ഷയുണ്ട്. കടലിൽ പോകുന്നവർക്ക് അങ്ങനെയല്ല. ആഴ്ചയിൽ 6 ദിവസം പോയാൽ 1 ദിവസം കിട്ടിയാലും ഉണ്ട്. ചിലപ്പോൾ 5 ദിവസം കിട്ടും, ചിലപ്പോൾ 2 ദിവസം കിട്ടും. മറ്റുള്ള ദിവസങ്ങളിൽ തിരിച്ചണയ്ക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരാഴ്ചയൊക്കെ പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് അവർ പണിക്ക് പോകും. അതിൽ പറ്റിയതാണ്. സഹോദരന്റെ വീട്ടിൽ ഞങ്ങൾ തന്നെ മോള്. അവൻ കല്യാണം കഴിഞ്ഞതാണ്, 2 മക്കളുണ്ട്. ഭാര്യയും മക്കൾ അവന്റെ കൂട്ടത്ത് താമസിക്കണില്ല. 6-8 വർഷം പോലെയായി. അവളുടെ അച്ഛനും അമ്മയും ഒന്നും അവന് വിട്ടുകൊടുക്കില്ല. ചുമ്മാ മക്കളെ അവളെ കാണാൻ പോകുമ്പോ അവനെ അടിക്കും, ദേഹോപദ്രവമൊക്കെ ചെയ്യും. അപ്പോഴും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. പിന്നെ മിക്ക ദിവസമൊക്കെ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇറങ്ങി, ഞാൻ 2 പ്രാവശ്യം ഇറക്കിയതാണ് ജാമ്യത്തിൽ. വന്ന് 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു പേപ്പറെന്നും പറഞ്ഞു വരി. എവിടെ നിന്ന് ചോദിച്ചാൽ ഭാര്യ വീട്ടുകാർ കൊടുത്ത. ഭാര്യ പാവം, പക്ഷെ അവളുടെ അച്ഛനും അമ്മയാണ് ഇതിനത്രയും കാരണക്കാർ. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ പണിക്ക് പോയി വിളയാക്കരിനെ പണിക്ക് പോയി എന്തോ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മക്കളെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും നിന്ന് കണ്ടിട്ട് വരും. കടപ്പുറത്ത് ചെന്ന് കളിക്കണ മക്കളെ അങ്ങനെ കണ്ടിട്ട് വരും. ശകലം വെള്ളം അടിച്ചാലേ അങ്ങ് പോകും. ഇവരെ ദേഹോപദ്രവം കൊണ്ടുണ്ട് ശകലം വെള്ളം അടിച്ചോണ്ട് പോകും. അങ്ങനെയാണ്. ഇത്രയും വർഷം വരെ അവൻ നമ്മളവിടെ നിൽക്കുന്നു. 2 വർഷം ഫുള്ള് അവർ ജയിലിലിട്ടിരുന്നു. ഞാനും എൻ്റെ നാത്തും പെണ്ണും കൂടെ ചെന്ന് ഇറക്കി. ഇപ്പോഴും പിടിച്ചുകൊണ്ട് പോയി അവ 1 മാസം ഫുള്ള് കിടന്നു. വീണ്ടും എൻ്റെ സഹോദരൻ്റെ പെണ്ണും ഞാനും കൂടെയാണ് ചെന്ന് ഇറക്കിയിട്ട് വന്നത്. ഇന്നലെ 26-ാം തീയതി കേസാണ് അവിടുത്തെ കേസ്. ഇവിടുത്തെ വക്കീൽ പറയും ഒത്തുതീർക്കാം, അവരെ വിളിക്കാം, സാക്ഷിക്കാരെ വിളിക്കാന്ന് പറയണില്ല. അത് തീരണില്ല. അങ്ങനെ ഒരു ഭാര്യ മക്കളും ഉണ്ട്. മക്കൾ അവന്റെ നിലവിൽ അവന്റെ കൂട്ടത്തില്ല. ആ സഹോദരൻ ഞങ്ങളോടെയാണ്. ഇപ്പൊ എന്റെ കൊച്ചു അഞ്ചത്തീരെ കൂടെയാണ് അവൻ. അമ്മ എന്റെ കൂടെ ആയിരുന്നു. അമ്മ ഇപ്പൊ മൂത്ത സഹോദരന്റെ വീട്ടിൽ. ഈ അമ്മയ്ക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ചെന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്ന് കൂട്ടിരിക്കുന്നതാണ് ഈ മൈ.